ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ബോക്സ് അനിമിയുടെ 24ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ ട്രെയിനിങ് ക്യാമ്പിന്റെ അവസാനം എത്തുവാണ്. എല്ലാവരും ക്യാമ്പ് ഫയറിനുള്ള പരിപാടികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ഹീന ടൈക്കിനെ കണ്ട് ആകാംക്ഷയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ടൈക്കി ചിനാറ്റ്സുനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഹീനയ്ക്ക് അവരെ കാണുമ്പോൾ സങ്കടാവുകയാണ്. ഇന്നലെ ചിനാറ്റ്സുവും ടൈക്കിയും ആ ഹോട്ടലിൽ ഇല്ലാതിരുന്നതിന്റെ കാരണം ഹിന ഇന്നലെ രാത്രി തന്നെ അത് അറിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തുടക്കം മുതലേ എല്ലാം അറിയായിരുന്നു. എന്റെ ഇഷ്ടം ഞാൻ ടൈക്കിനോട് പറയുമ്പോ അവന് ചിനാറ്റ്സുനെ ഇഷ്ടമുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. ഇതിലൊന്നും വലിയ കാര്യമല്ല എന്ന് മനസ്സിൽ വിചാരിച്ച് ഹിന എല്ലാം ഉള്ളിലൊതുക്കി ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഒന്ന് നോക്കുമ്പോ എല്ലാം എനിക്ക് വേദന മാത്രം തരുന്നതല്ലായിരുന്നു. ഞാൻ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ സെക്കൻഡ് അവന്റെ ഫേസിലുണ്ടായിരുന്ന റിയാക്ഷൻ അത് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. പിന്നെ ആ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവന്റെ പുറകെ നടക്കുമ്പോഴും അവന്റെ മുഖം ചുവന്ന് തുടുക്കുന്നത് എന്നെ ഒരുപാട് ഹാപ്പിയാക്കി. ആ സമയത്തൊക്കെ എന്റെ മനസ്സ് ഒരുപാട് സന്തോഷത്തിൽ തുള്ളിച്ചാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കൾച്ചറൽ ഫെസ്റ്റിവലിന് സ്നോ വൈറ്റ് സ്ക്രിപ്റ്റ് ചെയ്തപ്പോ ആ സ്ക്രിപ്റ്റിലെ പ്രിൻസ് റോള് ടൈക്കിയാണെന്ന് ഞാൻ സങ്കല്പിച്ചിരുന്നു. പക്ഷേ അത് തന്നെ ശരിക്കും നടന്നു. അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഞാൻ ഒരിക്കലും ആ സ്ക്രിപ്റ്റിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച സീൻസ് ഞാൻ ജീവിതത്തിൽ മറക്കില്ല. ഇതെന്തായാലും അവൻ മനസ്സിലാക്കാൻ പോകുന്നില്ല. ആ ദിവസം ഹിന അവനോട് ശരിക്കും നിന്നെ കിസ് ചെയ്യുന്നത് എന്നെ കൊണ്ട് ഇമാജിൻ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല ടൈക്കി എന്ന് പറഞ്ഞത് ഓർക്കുവാണ്. നിനക്കത് റിയൽ ആയിട്ട് ചെയ്യണോ? അന്ന് ഞാൻ ശരിക്കും കരുതിയത് അവൻ എന്നെ കിസ് ചെയ്യുന്നത് എനിക്ക് ഓക്കെ ആണെന്നാണ്. ആ സമയം എന്റെ ഹൃദയമിടിപ്പ് ഒരുപാട് കൂടിയിരുന്നു. അതെന്നെ വേദനിപ്പിച്ചു. പെട്ടെന്ന് ഹിന ആ സ്റ്റേജിൽ വെച്ച് നടന്ന സംഭവം ഓർക്കുവാണ്. ആ ബോൾ വന്ന് താഴെ വീഴുമ്പോഴത്തേനും അവർ രണ്ടുപേരും കൂടെ കിസ് ചെയ്യുന്നത് ഓർക്കുവാണ്. അന്ന് ആ പ്ലേയിൽ വെച്ച് സംഭവിച്ചതിൽ എനിക്ക് ഹാപ്പി ആയിരുന്നു. പക്ഷെ അത് സ്റ്റേജിൽ വെച്ച് നടക്കണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ സംഭവത്തിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് ഇൻവോൾവ് ആയി. പക്ഷെ ടൈക്കിക്ക് ഇതിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ സംഭവത്തിൽ ടൈക്കി എനിക്ക് കൂടുതൽ പരിഗണന നൽകി. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ റൂമേഴ്സിൽ ഹെയ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ റൂമേഴ്സ് വെച്ച് ഞങ്ങൾ ഡേറ്റിംഗിലാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് എപ്പോഴും വളരെ ആകാംക്ഷയാണ് അവന്റെ ഒപ്പം റിയൽ ആയിട്ട് ഡേറ്റിങ്ങിന് പോകുന്നുള്ള കാര്യം. ഞങ്ങൾക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് നടന്നു പോകാം, കരോക്കേക്ക് പോവാം, ടണ്ണ് കണക്കിന് ഒരുമിച്ച് ഫോട്ടോസ് എടുക്കാം, ഒരുമിച്ച് കൈകോർത്ത് പിടിക്കാം. ഇതൊക്കെ ആലോചിച്ച് ഹിന ഒരു മരത്തിനെ കെട്ടിപ്പിടിച്ച് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഹിന പെട്ടെന്ന് ചിനാറ്റ്സുനെയും ടൈക്കിയും ഒരുമിച്ച് നിൽക്കുന്നത് ഓർക്കുവാണ്. പെട്ടെന്ന് അവൾ ഏതോ ഒരു റോളർ കോസ്റ്ററിൽ എത്തിയതുപോലെ ഓർക്കുവാണ്. എനിക്കറിയാം, ഞാനിപ്പോ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലാണ്. അവന് എന്റെ കൂടെ ഒന്ന് ഡേറ്റിങ്ങിന് വന്ന് ട്രൈയെങ്കിലും ചെയ്ത് നോക്കിക്കൂടെ? എന്നാലല്ലേ നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവൻ വളരെ സിൻസിയർ ആണ്. അവന്റെ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. അവൻ എല്ലാവരെയും പോലെ അല്ല. അവൻ പെട്ടെന്നൊന്നും അവന്റെ ഫ്രണ്ട്സിനെ ഹേർട്ട് ആക്കാറില്ല. അതൊക്കെ ആലോചിച്ച് ടൈക്കിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഹിനയോട് ടൈക്കി മീറ്റിനും ആയിട്ടില്ല, ഞാനിവിടെ കഴിക്കാൻ വന്നതൊന്നും അല്ലാന്ന് ഹിന പറയുവാണ്. ആ സമയം ടൈക്കി ഹിനേന്റെ തലയില് ഒരു ഇല കാണുവാണ്. ടൈക്കി അത് പറഞ്ഞ് ഹിന അവളുടെ തലയിൽ നിന്ന് അത് എടുക്കാൻ നോക്കുമ്പോഴത്തേനും അത് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ടൈക്കി പോയി ഹെൽപ്പ് ചെയ്യുവാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അത് നിന്നോട് കുറെ പ്രാവശ്യം പറയുമ്പോ നിനക്കത് വളരെ കഷ്ടമുള്ള കാര്യമാകും. എന്നിരുന്നാലും ഒരു ഫൈറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പഞ്ചെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? എന്നെ നോക്ക്, എനിക്ക് ഒരിക്കലും നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാത്രം ഇരിക്കണ്ട. ഇനി അത് നാളെയോ ഒരാഴ്ചയോ ഒരു മാസമോ ആകട്ടെ, അതിനുവേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം. പക്ഷെ ഇപ്പോൾ എന്നവള് മനസ്സിൽ വിചാരിച്ച് അവനോടൊപ്പം എപ്പോഴും ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഹിന പെട്ടെന്ന് പുറത്തേക്ക് വരുവാണ്. അങ്ങനെ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന അവരെ കാണുമ്പോ അയാമയ്ക്ക് സന്തോഷാവുകയാണ്. കപ്പിൾസ് എപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. അത് കേട്ടിക്കോ മോറിയ, നിനക്ക് ആൾക്കാരുടെ മനസ്സ് വെച്ച് കളിക്കാൻ ഇഷ്ടമാണല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇനി ചെയ്താലും എന്റെ കൂടെ ഡേറ്റിങ്ങിന് വരുന്നവർക്ക് അത് ഓക്കെയാണ്. പക്ഷേ അത് ശരിക്കുള്ള ലവിന്റെ കാര്യത്തിലാണെങ്കിൽ ആരാധിക്കപ്പെടുന്നവനാണ് ഏറ്റവും കൂടുതൽ സന്തോഷവാൻ എന്ന് അയാമെ പറയുവാണ്. അങ്ങനെയാണെങ്കിൽ മറ്റേയാൾ എങ്ങനെ സന്തോഷം കണ്ടെത്തുമെന്ന് ക്യോ ചോദിക്കുവാണ്. നിന്റെ ലവ് ലൈഫില് നിന്നോട് ആര് വന്ന് ഇഷ്ടം പറഞ്ഞാലും ആ റിലേഷൻഷിപ്പ് ഒരുപാട് കാലമൊന്നും പോവില്ലല്ലോ. എന്നോട് ക്ഷമിക്കണം, പക്ഷെ എനിക്ക് നിന്റെ മെത്തേഡ് ഒട്ടും ഇഷ്ടമല്ല എന്ന് ക്യോ പറയുന്നത് കേട്ടിട്ട് അയാമിക്ക് ഒരുപാട് ദേഷ്യം വരുവാണ്. ഒരു ഗേൾ ഫ്രണ്ട് പോലും ഇല്ലാത്തവനാണ് എന്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് കോച്ച് രാത്രി നമ്മുടെ ക്യാമ്പ് ഒഫീഷ്യലായി അവസാനിച്ചിരിക്കുന്നു, നമുക്ക് തിരി കൊളുത്താന്ന് പറഞ്ഞ് ക്യാമ്പ് ഫയറിലേക്ക് തീ കൊളുത്തുവാണ് കോച്ച്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണ്. അയാമെ ക്യോനെ നോക്കി കൊഞ്ഞണം കാണിക്കുവാണ്. അങ്ങനെ അയാമെ അവിടുന്ന് പോകുമ്പോ ക്യോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ആലോചിക്കുകയാണ്. അവൻ പറഞ്ഞത് ശരിയാണ്. എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതൊന്നും ഒരുപാട് കാലം പോവാറില്ല.
അതിന് കാരണം ഞാൻ ശരിക്കും ട്രൂ ലവിലായിരുന്നിട്ടില്ല. അങ്ങനെ അയാമെ പെട്ടെന്ന് ഹിനേനെ ഓർക്കുവാണ്. എന്തായാലും അവളെ സഹായിച്ചേ പറ്റൂ. അങ്ങനെ ഹിനേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാമെ റെഡി ആവുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ടൈക്ക് തണുത്ത് വിറച്ച് നിൽക്കുന്നുണ്ടാവും. അവന്റെ ജാക്കറ്റ് അവൻ ജിമ്മിൽ വെച്ച് മറന്നു പോയിട്ടുണ്ടാവും. അത് എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ പെട്ടെന്ന് അയാമയ്ക്ക് ഒരു ഐഡിയ തോന്നും. അയാമ ഹിനേന്റെ അടുത്ത് പോയിട്ട്, ഹേ ഹിന ബീൻ, എനിക്കൊരു ഹെൽപ്പ് വേണം നിന്റെ. ഈ കേബിൾ വയേഴ്സ് ഒന്നും ഫിറ്റ് ആവുന്നില്ല. നീ എനിക്ക് ജിമ്മിന്ന് സ്പെയർസ് ബാക്ക് ഒന്ന് എടുത്തു തരുവോ? അതിനെന്താ, ഞാൻ എടുത്തു തരാന്ന് ഹിന പറയുവാണ്. അത് കേട്ട് അയാമയ്ക്ക് സന്തോഷാവും. അയാമ താങ്ക് യു പറഞ്ഞിട്ട്, പിന്നൊരു കാര്യം കൂടെ ഉണ്ട്, എനിക്ക് എത്ര സമയം വേണമെങ്കിലും നീ എടുത്തോ. അത് കേട്ടിട്ട് ഹിനയ്ക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും അവള് ജിമ്മിൽ സ്പെയർ ബാക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് ജിമ്മിന്റെ വെളിയിലേക്ക് ടൈക്ക് വരുവാണ്. ഹിനേനെ കണ്ടപ്പോ എല്ലാം ഓക്കെ അല്ലേ? അയാമ എന്റെ അടുത്തൊരു സാധനം എടുത്തു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നതാണ്. ആ സമയത്താണ് ഹിനയുടെ തലയിൽ ബൾബ് കത്തുന്നേ. ഓ, അപ്പൊ ഇതൊക്കെ അയാമയുടെ പരിപാടിയായിരുന്നു. ഇത് അവള് സെറ്റ് ചെയ്ത ഒരു ഇൻസിഡന്റ് ആണ്. നിനക്ക് എന്താ വേണ്ടേ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ടൈക്ക് ഉള്ളിലോട്ട് പോവാണ്. അങ്ങനെ ടൈക്ക് അവിടെ മൊത്തം തെരഞ്ഞിട്ടും സാധനം ഒന്നും കാണാനുണ്ടാവില്ല. ആ സമയം ഹിന പതുക്കെ വിൻഡോ സൈഡിലേക്ക് പോവാണ്. വിൻഡോന്ന് നോക്കുമ്പോ നല്ല ക്യാമ്പ് ഫയറിന്റെ വ്യൂ കാണാനുണ്ടാവും. ഹിന അത് ടൈക്കയോട് പറയാണ്. ടൈക്ക് അവിടെ വന്ന് നോക്കുവാണ്. നീ പറഞ്ഞത് ശരിയാണ്, ഇവിടെ നിന്ന് നോക്കുമ്പോ ഇന്നും മാജിക്കലായിട്ട് തോന്നുന്നുണ്ട്. പെട്ടെന്ന് ഹിന ടൈക്കോനോട് നമുക്ക് കുറച്ച് സമയം ഇവിടെ നിന്ന് കണ്ടാലോ എന്ന് ചോദിക്കുവാണ്. ടൈക്ക് ഒന്ന് ആലോചിച്ചിട്ട് അതിനെ സമ്മതിക്കുവാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ മടുത്തിരിക്കുകയാണ്, നമുക്ക് കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ടൈക്ക് അവിടെയുള്ള ഒരു ബെഞ്ചിൽ പോയി ഇരിക്കുകയാണ്. ഹിനയും അവന്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്. എന്നിട്ട് ഹിന കളിയാക്കുവാണ്. ഈ ലോകം മൊത്തം ഓടി നടക്കുന്ന നിനക്കാണോ ടയേർഡ് ആകുന്നേ എന്ന് പറഞ്ഞ അവരുടെ സ്കൂൾ ലൈഫിൽ നടന്ന ഇൻസിഡന്റ് ഒക്കെ ഓർത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അവൻ എല്ലാ പ്രാവശ്യം എവിടെങ്കിലും ഓടാൻ പോയി കുരുത്തക്കേടുകൾ ഉണ്ടാക്കി വെക്കുന്നത് ഹിന പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഹിന പതുക്കെ ടൈക്കിന്റെ കയ്യിൽ ടച്ച് ചെയ്യാൻ പോകുമ്പോഴത്തേനും ടൈക്കിയും ചിനാച്ചും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് ഓർക്കുവാണ്. പെട്ടെന്ന് അവൾ ആ കൈ പിൻവലിക്കും. ഹിനയുടെ ഫേസ് മാറിയത് ടൈക്കിക്ക് മനസ്സിലാവും. ടൈക്കി, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ടൈക്ക് അത് എന്താന്ന് ചോദിക്കുവാണ്. നമ്മൾ കിങ്സ് കാർഡ് ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോ നീ സത്യത്തിൽ ആരുടെ പേരാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്? ഞാൻ കരുതി നീ അവിടെ ചിനാച്ചുവിന്റെ പേര് പറയുമായിരിക്കുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതിനെ കഴിഞ്ഞ് നീ വലിയൊരു കോഴിയാണ്. പിന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ചും നിന്റെ ഫീലിങ്സ് അങ്ങനെ പറഞ്ഞ് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് നിന്റെ ക്യാരക്ടർ അല്ല. ഓ, പിന്നെ ഒരു കാര്യം, നിനക്ക് എപ്പോ വേണമെങ്കിലും നിന്നോടുള്ള ഇഷ്ടം അവളോട് പറയാലോ. തുടക്കം മുതലേ ഉള്ള ഡീലായിരുന്നല്ലോ അത്. എനിക്കിതെല്ലാം ഓക്കെയാണ് ടൈക്കി. എനിക്ക് നിന്നേക്കാൾ കൂടുതൽ ശ്രമിക്കേണ്ടതുണ്ട്. എന്നാലും ചിലപ്പോഴൊക്കെ ഞാൻ മടുത്തു പോവാറുണ്ട്. പക്ഷെ നീ അതിനെക്കുറിച്ചൊന്നും വെറീഡ് ആവണ്ട. എനിക്കിതെല്ലാം ഓക്കെയാണ്. കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇതൊക്കെ ഹിന പറഞ്ഞിട്ട് ടൈക്കിക്ക് ഒന്നും പറയാനില്ലാണ്ട് അവിടെ ഇരിക്കുവാണ്. പെട്ടെന്ന് ആ സ്ഥലം മുഴുവൻ നിശബ്ദതയിൽ താഴ്ന്നു പോവാണ്. ഹിന അവിടെ നിന്ന് എഴുന്നേറ്റ്, എന്നാ ശരി, നമുക്ക് ഇവിടുന്ന് പോവാം. അയാമേന്റെ അടുത്ത് ചോദിച്ച സാധനം ഇവിടെ കണ്ടില്ല എന്ന് പറയാം എന്ന് പറഞ്ഞ് ഹിന അവിടുന്ന് പോവാണ്. ഹിന പെട്ടെന്ന് മനസ്സില്, ഓ, ഞാൻ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഞാനിതൊന്നും പ്ലാൻ ചെയ്തത് പോലും അല്ല. എന്നോടുള്ള ഇഷ്ടം ഞാൻ അവനോട് പറയണമെന്ന്. ടൈക്ക് പതിയെ ഹിനേനെ വിളിക്കുവാണ്. ഹിന തിരിഞ്ഞ് എന്താന്ന് ചോദിക്കുവാണ്. ടൈക്ക് എഴുന്നേറ്റ് അവളോട് സോറി പറയുവാണ്. ഹിനയുടെ ഹാർട്ട് ബീറ്റ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവള്, എന്തിനാ നീ എന്നോട് സോറി ചോദിക്കുന്നേ? എനിക്ക് നിന്റെ കൂടെ വരാൻ കഴിയില്ല. ഇത് കേട്ടപാടെ ഹിനയുടെ മനസ്സ് ഒരുപാട് വിങ്ങി പൊട്ടുവാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ ഒരു ആൻസർ വേണ്ടാന്ന്. നീ തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല. നീയും ചിനാൻസും ഡേറ്റ് ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ലാന്ന് ടൈക്ക് മറുപടി പറയുവാണ്. ഇല്ല പക്ഷേന്ന് ടൈക്ക് മറുപടി പറയുവാണ്. അപ്പൊ ഹിന, എക്സാക്ട്ലി അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എനിക്കൊരു ആൻസർ വേണ്ട. ഞാൻ എന്തായാലും നിന്നെ കംപ്ലൈന്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് എത്ര കാലം എടുത്താലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ എന്നെ നീ റിജക്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാനും നിനക്ക് എന്നെ ഇഷ്ടമായി കഴിഞ്ഞാ അപ്പൊ നീ റിഗ്രറ്റ് ചെയ്യും. എന്നിരുന്നാലും നമ്മളുടെ ബന്ധം ഇപ്പോൾ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചിനാൻസുവിന്റെ പിന്നാലെ പോകുന്നത് നിനക്ക് കുഴപ്പമില്ല എന്ന് നീ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ അവളുടെ കൂടെ എനിക്ക് ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം ഈ സിറ്റുവേഷൻസ് ആണ്. എനിക്ക് ചിനാച്ചുവിനെ ഇഷ്ടമാണെങ്കിൽ പോലും നീ എന്റെ പിറകെ നടക്കുന്നത് എനിക്ക് വളരെ സങ്കടമായി തോന്നുന്നുണ്ട്. ഞാൻ എന്റെ തീരുമാനം നിന്നോട് പറയാത്തതാണ് നിന്നെ ഞാൻ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഹിന. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഹിന പെട്ടെന്ന് ഓടി വന്ന് ടൈക്കിന്റെ വായ പൊത്തുവാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ കാര്യങ്ങളൊന്നും അറിയണ്ട. നിനക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിന്നോടുള്ള ഇഷ്ടം പറഞ്ഞു. നിനക്ക് ചിനാച്ചുവിനെ ഇഷ്ടമായിരിക്കാം, പക്ഷെ അത് നിന്നെ എനിക്ക് ഇഷ്ടമാണെന്നുള്ള വസ്തുത മാറ്റുന്നില്ലല്ലോ. ഇതൊന്നും മാറാൻ പോകുന്നില്ല ഹിനാന്ന് ടൈക്കി പറയുവാണ്. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. നീ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ ഈ കഷ്ടപ്പാടൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഹിന, നീ എന്നോട് കാണിക്കുന്ന ഫീലിങ്സ് എനിക്ക് നിന്നോട് വരുന്നില്ല എന്ന് ടൈക്കി പറയാണ്. അതെന്താ അങ്ങനെ? ചിനാച്ചുവിന് പോലും ഇല്ലാത്ത ഒരുപാട് മെമ്മറീസ് നമ്മൾ തമ്മിലുണ്ട്.
ഇനിയെങ്ങാനും നമ്മൾ ഒരുമിച്ച് താമസിക്കാത്തതാണോ കുഴപ്പം? എന്നാ അതിനും ഞാൻ റെഡിയാണ്. ചിനാറ്റ്സു, നിന്നെക്കുറിച്ച് എന്താണ് കരുതുന്നതെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞു വരുമ്പോ ടൈക്ക് അതിന്റെ ഇടയിൽ കയറി, ഹിന, എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇത് കേട്ട ഉടനെ ഹിനയ്ക്ക് കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല. ഹിന അവിടുന്ന് ഓടിപ്പോവാണ്. ടൈക്കിക്ക് അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അവിടെ തന്നെ നിൽക്കുവാണ്. ആ സമയം അയാമ അങ്ങോട്ടേക്ക് വരുവാണ്. അവര് രണ്ടുപേരും ഓക്കെ ആയിട്ടുണ്ടാവും, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്നൊക്കെ കരുതി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും ഹിന അവിടുന്ന് ഓടുവാണ്. പെട്ടെന്ന് അയാമെ ഹിന ബീന്ന് വിളിക്കുവാണ്. നീ ഓക്കെ അല്ലേ എന്ന് അയാമെ ചോദിച്ച് അടുത്ത് പോകുമ്പോ ഹിന കരയുന്നത് അവൾക്ക് മനസ്സിലാവുകയാണ്. അവൻ എന്റെ കൂടെ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവന് വേറൊരാളോട് ഫീലിങ്സ് ഉണ്ട്. ഇനി അവക്ക് അവന് ഇഷ്ടമല്ലെങ്കിലും അവൻ ഇഷ്ടപ്പെടുന്ന ആൾ ഒരിക്കലും മാറാൻ പോവില്ല എന്ന്. ഇതൊക്കെ അയാമേന്റെ അടുത്ത് പറഞ്ഞിട്ട് ഹിന തേങ്ങി തേങ്ങി കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവൾക്ക് അവളുടെ കരച്ചിൽ അടക്കാൻ പോലും സാധിക്കുന്നില്ല. ആ സമയം ഹിന മനസ്സിൽ കരുതുന്ന പോലെ ഒരു വോയിസ് വരുവാണ്. റിതമിക് ജിംനാസ്റ്റിക്കില് ഹാർഡ് വർക്ക് ഫലം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. അത് എല്ലായ്പ്പോഴും ശരിയാവില്ലെന്ന് പറയുന്ന ആളുകളുമുണ്ട്. എന്റെ ഹാർഡ് വർക്ക് എപ്പോഴും എനിക്ക് ഫലം തന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ശ്രമിക്കുന്നത് നിർത്തിയിട്ടില്ലാത്തതിനാൽ എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷേ അത് ലവിന്റെ കാര്യത്തിൽ വരുമ്പോൾ ചിനാറ്റ്സു നിൽക്കുന്ന സ്ഥലത്ത് ടൈക്കിനെ തേടിക്കൊണ്ടിരിക്കുവാണ്. ഹിനയ്ക്ക് ഹിനയുടെ കരച്ചിൽ താങ്ങാൻ പോലും സാധിക്കുന്നില്ല. അവളുടെ പൊട്ടിക്കരച്ചിലോടുകൂടെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.